Hi all, let us discuss some illustrative problems from agricultural income. First question, Mr. Abu has the following incomes for the assessment year 2020-21 and his total income, that is 4 lakh, agricultural income 3000. Compute his tax liability. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം കാണുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം കൂടി രണ്ടും കൂടി ആഡ് ചെയ്യുക. ടാക്സ് പർപ്പസിന് വേണ്ടി അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, ടോട്ടലി എക്സംപ്റ്റഡ് ആണെങ്കിൽ പോലും ചില അസസിയുടെ കേസിൽ ഇതിന്റെ അഗ്രിഗേറ്റ് ഇൻകം എടുത്ത് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു കണ്ടീഷനും കൂടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ ഇൻകം 5000 കൂടുതലാണെങ്കിൽ മാത്രം അഗ്രിഗേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ് അഗ്രികൾച്ചർ ഇൻകം, ദാറ്റ് ഈസ് 3000. അപ്പൊ എന്ത് ചെയ്യേണ്ട, അഗ്രിഗേറ്റ് ചെയ്യേണ്ട. സോ ടോട്ടൽ ഇൻകം 4 lakh, അഗ്രികൾച്ചറൽ ഇൻകം ദാറ്റ് ഈസ് ലെസ് ദാൻ 5000, അതുകൊണ്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി അഗ്രിഗേറ്റഡ് ടു ദി ടോട്ടൽ ഇൻകം. അപ്പൊ നില്ലെടുക്കുക, ടോട്ടൽ ഇൻകം 4 lakh. ക്ലിയർ? ദെൻ നമ്മൾ ടാക്സ് റേറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടാക്സ് റേറ്റ് അസസിയുടെ ഏജ് തന്നിട്ടില്ലെങ്കിൽ ബിലോ 60 years ആയിട്ടുള്ള ടാക്സ് റേറ്റ് എടുക്കുക. ബിലോ 60 ആകുമ്പോൾ എങ്ങനെയായിരുന്നു, up to 2,50,000 നില്ല്, then next 2,50,000 5%, then next 5 lakh 20%, then balance 30%. അതുപോലെ നോക്കുക, 4 lakh ആണ് മിസ്റ്റർ അബുവിന്റെ ടോട്ടൽ ഇൻകം. സോ ഫസ്റ്റ് 2,50,000 ദാറ്റ് ഈസ് നിൽ. ദെൻ 4 lakh 2,50,000 പോയാൽ നെക്സ്റ്റ് 1,50,000 5%, ദാറ്റ് ഈസ് 7,500. So his income tax payable is 7,500. Then കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റിബേറ്റ്. ടോട്ടൽ ഇൻകം ഇവിടെ എത്രയാണ്, 4 lakh. ടോട്ടൽ ഇൻകം 5 lakh താഴെയാകുന്ന വ്യക്തിക്ക് എത്ര രൂപ വരെ ഗവൺമെന്റ് റിബേറ്റ് നൽകുന്നുണ്ട്? 12,500 അണ്ടർ സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് ഉണ്ട്. ഒന്നുകൂടി പറയാം, 5 lakh താഴെയാണ് ടോട്ടൽ ഇൻകം. ഇവിടെ ടോട്ടൽ ഇൻകം എത്രയാ, 4 lakh. അപ്പോൾ 5 lakh താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ റിബേറ്റ്, ഒരു റിബേറ്റ് കൂടി ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് ഡിഡക്ട് ചെയ്യാം. 12,500 രൂപ വരെയാണ്, 12,500 rupees വരെ റിബേറ്റ് ഉണ്ട്. ഇവിടെ 7,500 ഉള്ളൂ, അപ്പൊ അത് റിബേറ്റ് ഡിഡക്ട് ചെയ്യാം. സോ ഹിസ് ടാക്സ് ലയബിലിറ്റി ഈസ് നിൽ. അപ്പൊ ഇദ്ദേഹം ഈ 2020-21 ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് പ്രോബ്ലം, calculate tax liability of HUF whose computed total income is 2,80,000 and the net agricultural income is 7,000 for the assessment year 2020-21. Here total income is 2,80,000, agricultural income 7,000. അപ്പോൾ 5,000 കൂടുതലാണ് agricultural income. സോ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം, അഗ്രിഗേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇൻകം 2,80,000, അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലായതുകൊണ്ട് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇന്റഗ്രേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് 2,87,000. ദെൻ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇനിയാണ് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റഗ്രേറ്റഡ് ഇൻകത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഇതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ താഴെ നോക്കുക. ഫസ്റ്റ് ഈ 2,87,000 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ ഓഫ് ഇൻകം ടാക്സ് ഓൺ 2,87,000. ഫസ്റ്റ് 2,50,000 ടാക്സ് ലയബിലിറ്റി ഈസ് നിൽ. ദെൻ ബാക്കി 2,87,000 2,50,000 ഡിഡക്ട് ചെയ്ത് ബാലൻസ് ഈസ് 7,000 ആൻഡ് 5% ഓൺ 37,000. സോ 1,850. ദാറ്റ് ഈസ് ടാക്സ് ലയബിലിറ്റി. ഒന്നുകൂടി പറയാം, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലാണെങ്കിൽ അത് ടാക്സ് കാൽക്കുലേഷൻ നമ്മൾ എടുക്കണം. അതായത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2,87,000 കിട്ടും. ഇനി അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ് ടു 2,50,000 നില്ലാണ്. ദെൻ ബാലൻസ് എമൗണ്ട് 37,000 5%, 1,850. ക്ലിയർ? ഇനി നമുക്ക് ഒരു സെക്കൻഡ് ഒരു കാൽക്കുലേഷനും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, ഇൻകം ടാക്സ് കിട്ടി. ഈ മൂന്നാമത്തതിന്റെ ഇൻകം ടാക്സ് 1,850, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് എഴുതുക. അതിനുശേഷം ലെസ് ഇൻകം ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്രീസ്ഡ് ബൈ ടാക്സ് ലിമിറ്റ്. അത് ഈ അഗ്രികൾച്ചറൽ ഇൻകം കൊണ്ട് വന്ന ആ ടാക്സ് ലിമിറ്റ് ഉണ്ടല്ലോ, അത് ഡിഡക്ട് ചെയ്യുക. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്ലാബ് എത്രയാണ്, 2,50,000 വരെ എന്താണ് എക്സംപ്റ്റഡ് ആണ്, അത് എടുക്കുക. 2,50,000 അത് വരെ എന്താണ് എക്സംഷൻ ലിമിറ്റഡ് ആണ്. അപ്പൊ അതെടുക്കുക. അതിനോട് കൂടി അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണോ, അതായത് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത് കൊണ്ട് വന്ന ടാക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ 2,50,000 വരെ നില്ലാണ്,
അതിനോടുകൂടി അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. അപ്പോൾ 2,57,000 വരും. അപ്പോൾ 2,50,000 ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അപ് ടു 2,50,000 നില്ല്. നെക്സ്റ്റ് 7,000 5% 350. അപ്പൊ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് നമുക്ക് കിട്ടി. ഇത് ടോട്ടലിന്റെ ടാക്സ്, ഇത് അഗ്രികൾച്ചറിന്റെ മാത്രം ടാക്സ് 350. ആ 350 ഇതിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായത്? അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുവെങ്കിലും പിന്നീട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. 350 മൈനസ് ചെയ്യുക. സോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഈസ് 1,500. ഇവിടെയും എന്താണ്? ടോട്ടൽ ഇൻകം ലെസ് ദാൻ 5 lakh ആണ്. സോ ടാക്സ് റിബേറ്റ് ഉണ്ട്. 87A പ്രകാരം ടാക്സ് റിബേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 1,500 ഡിഡക്ട് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി ഈസ് നിൽ. അപ്പോൾ ഇത് ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം 5,000 കൂടുതലാണ് അഗ്രികൾച്ചറൽ ഇൻകം എങ്കിൽ ആദ്യം ടോട്ടൽ ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകവും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റഡ് ഇൻകം കിട്ടും 2,87,000. ഇന്റഗ്രേറ്റഡ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യും? ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റിയും കാണാം, അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം മാത്രമുള്ളതിന്റെ ടാക്സ് ലയബിലിറ്റിയും കാണാം. ആദ്യം ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി, അതായത് 2,87,000 ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ അഗ്രികൾച്ചറൽ ഇൻകം അത് എത്രയാണ്? 7,000. അത് പ്ലസ് നമ്മുടെ ലിമിറ്റ് എമൗണ്ട്, ദാറ്റ് ഈസ് 2,50,000. അപ്പോൾ 2,57,000 അതിന്റെ ടാക്സ് ലയബിലിറ്റിയും കാണാം. അപ്പോൾ ടോട്ടൽ ഇൻകം, അതായത് അഗ്രികൾച്ചറും നോൺ അഗ്രികൾച്ചറും എല്ലാത്തിന്റെയും കൂടി ടാക്സ് ലയബിലിറ്റി 1,850. അതിൽ നിന്നും അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി ഡിഡക്ട് ചെയ്യുക. ദെൻ 1,500 ആണ് അപ്പോൾ ടാക്സ് ലയബിലിറ്റി. പിന്നെ ഇവിടെ എന്തുണ്ട്? 5 lakhൽ ബിലോ ആണെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ള ടാക്സ് റിബേറ്റ് കിട്ടും. 12,500 വരെ റിബേറ്റ് കിട്ടും. സോ 1,500 ഡിഡക്ട് ചെയ്താൽ ബാക്കി ടാക്സ് ലയബിലിറ്റി ഈസ് നിൽ. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻകം ഫ്രം ബിസിനസ്, മിസ്റ്റർ ശങ്കറിന്റെ ഇൻകം ഫ്രം ബിസിനസ് ദാറ്റ് ഈസ് 6 lakh, അഗ്രികൾച്ചറൽ ഇൻകം 40,000. ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അഗ്രിഗേറ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അഗ്രിഗേറ്റഡ് ഇൻകം 6 lakhും 40,000, 5,000 കൂടുതലാണ്, അപ്പോൾ അത് ആഡ് ചെയ്യണം. അപ്പോൾ 6,40,000 കിട്ടും. ദെൻ ടാക്സ് ലയബിലിറ്റി, ഫസ്റ്റത്തെ കേസിൽ ആ അഗ്രിഗേറ്റഡ് ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ഫസ്റ്റ് 2,50,000 നില്ല്. നെക്സ്റ്റ് 2,50,000 5%, അപ്പോൾ 12,500 കിട്ടും. ദെൻ ബാലൻസ് വരുന്ന 1,40,000 20%, അപ്പോൾ 28,000 കിട്ടും. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 40,500. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ് ലയബിലിറ്റി കാണാം. അതിന് എന്ത് ചെയ്യുക? ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമ്മളെ ലിമിറ്റ് ഉണ്ടല്ലോ, ഏതാ ലിമിറ്റ് എന്ന് പറയുന്നത്? 2,50,000 വരെയാണ് എക്സംഷൻ ലിമിറ്റ്. ആ 2,50,000 കൂടി അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2,90,000. ഇനി അതിന്റെ ടാക്സ് ലയബിലിറ്റി കാണാം. 2,50,000 വരെ നില്ല്. ദെൻ നെക്സ്റ്റ് 40,000 2,000. സോ ടാക്സ് 2,000. ഇനി 40,500 എന്ന് 2,000 മൈനസ് ചെയ്യുക. അപ്പൊ 38,500. ഇവിടെ എന്തില്ല? റിബേറ്റ് കിട്ടില്ല. കാരണം എന്താ? അഗ്രിഗേറ്റഡ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം 6,40,000 ആണ്. എത്രയിൽ താഴെയാണെങ്കിൽ റിബേറ്റ് കിട്ടുക? 5 lakhൽ താഴെയാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല. അപ്പോൾ ടാക്സ് എത്ര അടയ്ക്കണം? 38,500. അതിന്റെ കൂടെ എന്ത് വേണം? 4% എഡ്യൂക്കേഷൻ സെസ് ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്യുക. അപ്പോൾ 38,500 4% അഡീഷണൽ ടാക്സ് ഉണ്ട്, അതും ആഡ് ചെയ്ത് 40,040 ആണ് ഇദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി. അപ്പൊ ഇത്രയുള്ളൂ ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ അഗ്രിഗേറ്റഡ് ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി കാണാം, പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം മാത്രമായതിന്റെ ടാക്സ് ലയബിലിറ്റി കാണാം. ദെൻ ഈ അഗ്രിഗേറ്റഡിൽ നിന്ന് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ടാക്സ് ലയബിലിറ്റി കിട്ടും. പിന്നെ അതിനോട് കൂടിയിട്ട് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. ഇവിടെ റിബേറ്റ് ഇല്ല, അപ്പോൾ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടി റിബേറ്റും കൂടി ആഡ് ചെയ്യാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. എ ഷുഗർ ഫാക്ടറി പ്രോസസ്ഡ് 60,000 quintals of sugarcane during the previous year.
out of which 10,000 quintals of sugarcane was produced on its own farm at a cost of 6 lakh and the balance were purchased from market at a cost of 82 per quintal. During the previous year, the factory earned total profit 8,76,000. Compute agricultural income and non-agricultural income. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. ഇത് ആ ഒരു കേസിൽ വരുന്നതാണ്. പാർട്ട്ലി അതൊരു ഷുഗർ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യാണ്. ഷുഗർ കെയിൻ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ 60 കിൻഡൽസോളം ഷുഗർ കെയിൻ അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഷുഗർ കെയിന് ഔട്ട് ഓഫ് വിച്ച് 10,000 കിൻഡൽസ് ഷുഗർ കെയിൻ വാസ് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഫാം. ആ 60,000 കിൻഡൽ ഷുഗർ കെയിൻ അവർ യൂസ് ചെയ്യുന്നതിൽ 10,000 കിൻഡൽസ് അവർ സ്വന്തം ഫാമിൽ ഉണ്ടാക്കുന്നതാണ്. അത് 6 ലാക്ക് ആണ് കോസ്റ്റ് വരുന്നത്. അതുപോലെ ബാക്കി പർച്ചേസ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്നാണ്. ഇത് ടോട്ടൽ അവർക്ക് 60 ലാക്ക് കിൻഡൽസ് ഷുഗർ കെയിൻ വേണം. 60,000 കിൻഡൽസ് വേണം. അതിൽ 10,000 അവർ സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്കി 50,000 പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എത്ര രൂപ വെച്ച്? കിൻഡലിന് 82 രൂപ വെച്ച്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ പ്രോഫിറ്റ്, അതായത് അവരുടെ ഫാക്ടറിയുടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 8,76,000. അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചർ ലിങ്കും നോൺ അഗ്രികൾച്ചറൽ ലിങ്കും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ പറഞ്ഞു മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ ഗ്രോൺ ഇൻ ദ ഫാം. ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എത്രയാണ് മാർക്കറ്റിൽ ആ സമയം വാല്യൂ പറഞ്ഞത്? 82 പെർ കിൻഡലാണ്. ഇവർ എത്രയാണ് അവർ സ്വന്തമായിട്ട് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 10,000 ആണ്. അപ്പൊ 10,000 ഇൻറ്റു 82, അപ്പൊ 8,20,000. ഇനി അതിനവർക്ക് ചെലവാവുന്ന കോസ്റ്റ് എത്രയാണ് അവർക്ക് കോസ്റ്റ് വരുന്നത്? 6 ലാക്ക് കോസ്റ്റിനാണ് അവർ ആ ഷുഗർ കെയിൻ അവരുടെ ഫാമിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ 6 ലാക്കാണ് ചെലവ് വരുന്നത്. അപ്പൊ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 2,20,000. അപ്പോൾ ഷുഗർ കെയിന്, ടൊബാക്കോ, അതിൻ്റെയൊക്കെ അഗ്രികൾച്ചറൽ ഇൻകം കാണാൻ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ഇപ്പൊ അത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ വരുമായിരുന്നു, അതിൽ നിന്ന് ചെലവായത് മൈനസ് ചെയ്യുക. മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ കെയിൻ വാങ്ങുകയാണെങ്കിൽ 82 ആണ് മാർക്കറ്റ് വില. ഇപ്പൊ 8,20,000 വരുമായിരുന്നു. ഇവർക്ക് എത്രയാണ് ഇതിന് ചെലവായത്? 6 ലാക്ക് റുപ്പീസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം 2,20,000. ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് 8,76,000 ആണ്. അപ്പൊ അതിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകം മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കിട്ടും. അപ്പൊ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വെസ്റ്റേൺ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് is engaged in cultivating rubber and manufacturing rubber products from latex produced in its own farm. During the previous year, the company earned profit 40 lakh. How much is agricultural and how much is business income? ലാറ്റക്സ് ആണ്, റബ്ബർ ആണ്. റബ്ബറിന്റെ കേസിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 65% അഗ്രികൾച്ചറും 35% ബിസിനസ്സുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് എത്ര കിട്ടി? 40 ലാക്ക്. 40 ലാക്കില് 65% എന്തായിരിക്കും എടുക്കുക? അഗ്രികൾച്ചർ, ദെൻ 35% ബിസിനസ്സും. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. ടി ആണെങ്കിൽ 60-40, ആ ഒരു 75-25, 65-35 എന്നുള്ള ഓരോന്നിന്റെയും കാറ്റഗറി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ അഗ്രികൾച്ചറൽ ഇൻകത്തിലെ പ്രോബ്ലംസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.